ബീഹാറിലേക്ക് പോകാം. ബീഹാറിൽ എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ 18-ാം തീയതി നടന്നേക്കുമെന്നറിയുന്നു. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായേക്കും. ബിജെപിയിൽ നിന്ന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടായേക്കും. 243 അംഗ നിയമസഭയിൽ 202 അംഗങ്ങളാണ് എൻഡിഎക്ക് ഉള്ളത്. മഹാസഖ്യത്തിന്റെ പ്രകടനം സീറ്റിൽ ഒതുങ്ങി. അതേസമയം തുടക്കം മുതൽ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. വലിയ ആഘോഷത്തിലാണ് എൻഡിഎ ഉള്ളത്. രാകേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചതിലും വലിയ വിജയം എൻഡിഎ നേടിയിരിക്കുന്നു. ഏത് രീതിയിലാണ് വിജയാഘോഷം, പ്രതികരണങ്ങൾ? അതെ അശ്വതി, ബീഹാറിൽ വലിയ വിജയമാണ് എൻഡിഎ നേടിയിരിക്കുന്നത്. എക്സിറ്റ് പോളുകളൊക്കെ പറഞ്ഞതിനേക്കാൾ ഏതാണ്ട് 50-ലധികം സീറ്റുകൾ കൂടുതൽ നേടിക്കൊണ്ടാണ് എൻഡിഎ ഒരു ഭരണ തുടർച്ച ഏതായാലും ബീഹാറിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കാരണം 243 അംഗ നിയമസഭ, 243 അംഗ നിയമസഭയിൽ ബിജെപി എൻഡിഎ 202 സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ചരിത്ര നേട്ടം എന്ന് നമുക്ക് പറയാം. കാരണം 206 ഇതുവരെയുള്ള ബീഹാറിലെ ഏറ്റവും മികച്ച എൻഡിഎയുടെ ഏറ്റവും മികച്ച പ്രകടനം. അത് 2010-ലെ തെരഞ്ഞെടുപ്പിലാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനം ഇത്തവണ ഏതായാലും എൻഡിഎയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. 202, 2010-ൽ 206 ആണെങ്കിൽ ഇപ്പോൾ 202 എന്ന നമ്പറിലേക്ക് എൻഡിഎ എത്തിയിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടി ബീഹാറിൽ ഉണ്ടായിരിക്കുന്നു. കാരണം 35 സീറ്റിൽ ഒതുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. കഴിഞ്ഞ തവണ RJDക്ക് മാത്രം 75 സീറ്റ് ഉണ്ടായിരുന്നു. അതിനു മുൻപ് നിതീഷ് കുമാറും RJDയും ചേർന്നുള്ള മഹാസഖ്യമാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. അന്ന് 2 പാർട്ടികൾക്കും ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ള സീറ്റുകൾ ഉണ്ടായിരുന്നു. അന്നും ഏതാണ്ട് 150-ന് മുകളിൽ സീറ്റുകൾ സഖ്യം നേടിയിരുന്നു. അപ്പോൾ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് RJDയെ സംബന്ധിച്ച് സമീപകാലത്തെ മോശം പ്രകടനത്തിലേക്ക് RJDയും പോയിരിക്കുകയാണ്. മറ്റുള്ളവർ 6 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഈ 6 സീറ്റ് സ്വാഭാവികമായും AIMIM എന്ന് പറയുന്ന പാർട്ടിയാണ്. അവർ ഇത്തവണയും സീമാഞ്ചലിൽ അവരുടെ കരുത്ത് കാട്ടിയിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. 5 സീറ്റുകളിൽ ഒവൈസിയുടെ പാർട്ടി വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി എൻഡിഎയുടെ കണക്കുകളിലേക്ക് കൃത്യമായി പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി മാറുന്നതാണ് കാണുന്നത്. കാരണം 89 സീറ്റിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു. 101 സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടെ കേവലം 10-ൽ താഴെ 12 സീറ്റുകൾ മാത്രമാണ് അവർ പരാജയപ്പെടുന്നത്. മറിച്ച് 89 സീറ്റുകൾ വിജയിക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട്. JDU 85 സീറ്റാണ് നേടിയെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് JDUവിന്റെ ഒരു തിരിച്ചുവരവാണ് കാണുന്നത്. കാരണം JDU കഴിഞ്ഞ തവണ 43 ആയിരുന്നു. ഇത്തവണ അത് 85 ആക്കുമ്പോൾ 42 സീറ്റുകളുടെ വർധന JDUവിന് ഉണ്ടായിട്ടുണ്ട്. LJP 29 സീറ്റിലാണ് മത്സരിച്ചത്. അവർ 19 സീറ്റിൽ വിജയിക്കുന്നു. HIM 5 സീറ്റിൽ വിജയിക്കുന്നു. RLM 4 സീറ്റിൽ വിജയിക്കുന്നു. അങ്ങനെ എൻഡിഎയുടെ ഒരു തേരോട്ടം ബീഹാറിൽ കണ്ടിരിക്കുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം. എല്ലാ പാർട്ടികളും തകർന്നടിയുന്നതാണ് ഇന്ത്യ സഖ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ RJDക്ക് പോലും നിലനിൽക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ സഖ്യം ആകെ നേടിയത് അവിടെ 35 സീറ്റുകൾ മാത്രമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 35 സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമ്പോൾ അതിൽ തന്നെ എടുക്കുകയാണെങ്കിൽ RJD 25-ൽ ഒതുങ്ങുന്നു. കോൺഗ്രസ് 61 സീറ്റിൽ മത്സരിക്കുമ്പോൾ 6 സീറ്റിലേക്ക് ചുരുങ്ങുന്നു. കഴിഞ്ഞ തവണ 19 സീറ്റ് ഉണ്ടായിരുന്നു. CPIML കഴിഞ്ഞ തവണ ഏറ്റവും സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യ സഖ്യത്തിൽ. അവർ 2 സീറ്റിൽ ഒതുങ്ങുന്നു. IIP ഇത്തവണ പുതിയതായി വന്ന പാർട്ടിയാണ്. അവർക്ക് 1 സീറ്റിൽ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. CPM 2-ൽ നിന്ന് 1-ലേക്ക് ഒതുങ്ങുന്നു. VIP വലിയ പ്രതീക്ഷ വെച്ച ഒരു കക്ഷിയാണ്. പ്രത്യേകിച്ച് മത്സ്യ തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട പാർട്ടിയാണ്. അവർ 15 സീറ്റ് നൽകിയെങ്കിലും ഒറ്റയിടത്തും വിജയിക്കാൻ സാധിച്ചില്ല. CPIക്കും ഇത്തവണ സീറ്റില്ല. ഇതാണ് ഇന്ത്യ സഖ്യത്തിന്റെ സാഹചര്യം. ഇനി സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകേണ്ടത്. സ്വാഭാവികമായും സർക്കാരിന് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന ചില സൂചനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്നലെ BJP ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹം അഭിസംബോധന ചെയ്തു. അതിൽ നിതീഷ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നരേന്ദ്രമോദി പ്രശംസിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും നിതീഷിന് കീഴിൽ തന്നെ ഭരണത്തിലേക്ക് പോകാം എന്ന നിലപാടിലേക്ക് BJP എത്തിച്ചേരുന്നു എന്ന് തന്നെ വിലയിരുത്താം. അങ്ങനെയെങ്കിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകും. നിലവിൽ സാമ്രാജ് ചൗധരി ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഒപ്പം തന്നെ വിജയ് കുമാർ സിൻഹയും കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അവർ തന്നെയായിരിക്കുമോ അതോ ഏതെങ്കിലും തരത്തിലൊരു മാറ്റി പരീക്ഷണത്തിന് BJP തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. ഏതായാലും
വലിയ വിമർശനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ വോട്ടെണ്ണൽ ആരംഭിച്ച് NDA ലീഡ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ വിമർശനങ്ങൾ ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെയും SIR-നെയും ഒക്കെ തന്നെ വിമർശിച്ചിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. പക്ഷേ തുടക്കം മുതലേ ഒട്ടും നീതിയുക്തമായിരുന്നില്ല ബീഹാറിലെ കമ്മീഷന്റെ നടപടികൾ, തെരഞ്ഞെടുപ്പ് നടപടികൾ എന്ന വിമർശനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വശത്ത് NDA വിജയം ആഘോഷിക്കുന്നു, മറുവശത്ത് ഇന്ത്യ സഖ്യം കടുത്ത വിമർശനം തുടരുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് പാർട്ടി പിളരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് അജണ്ടകളാണ് പാർട്ടിക്കുള്ളിൽ നടപ്പാക്കുന്നത്. ഇതിൽ അസ്വസ്ഥരായ ഒരു വിഭാഗം കോൺഗ്രസിനുള്ളിൽ വളർന്നു വരുന്നുണ്ടെന്നും മോദി പറഞ്ഞു. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.